ഹായ് എവരി വൺ. LDC മെയിൻ പരീക്ഷയെ മുൻനിർത്തി അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസിലെ ഫ്രേസൽ വേർബിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ലുക്ക് എന്ന വേർബിൽ തുടങ്ങുന്ന ചില പ്രധാന ഫ്രേസൽ വെർബുകൾ പരിചയപ്പെട്ടാലോ? PSC ചോദിച്ചിട്ടുള്ള ലുക്കിൽ തുടങ്ങുന്ന പ്രധാന ഫ്രേസൽ വെർബിൻ്റെ ആദ്യ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുക. ആദ്യമായി ലുക്ക് ഫോർ, which means search. To hope to get something or someone you want. അതായത് വളരെ പ്രതീക്ഷയോടെ ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും അന്വേഷിക്കുക. അതിനെ പൊതുവായിട്ട് ലുക്ക് ഫോർ എന്ന ഫ്രേസൽ വെർബാണ് ഉപയോഗിക്കുക. ഒരു എക്സാമ്പിളിൽ കടക്കുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാവും. He was looking for work as a government employee. അവൻ ലുക്ക് ഫോർ ചെയ്യുന്ന വർക്ക് എന്താണ്? ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കാനാണ്. വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യമല്ലേ അത്? സോ ലുക്ക് ഫോർ മീൻസ് സെർച്ച്. ലുക്ക് ഫോർ എന്ന ഫ്രേസൽ വെർബിനൊപ്പം ലുക്ക് അപ്പ് കൂടെ ചേർത്ത് പഠിക്കുക. കാരണം ലുക്ക് അപ്പ് മീൻസ് സെർച്ച്. സെർച്ച് ഫോർ എ റെഫറൻസ് ബുക്ക് എന്നതാണ്. ഇപ്പം ഡിക്ഷണറി പോലുള്ള റെഫറൻസ് ബുക്കൊക്കെ നോക്കുന്ന സന്ദർഭങ്ങളിൽ ലുക്ക് അപ്പ് ഉപയോഗിക്കുന്നു. സോ ലുക്ക് ഫോർ എപ്പോഴാണ് ഉപയോഗിക്കുക? വളരെ പ്രതീക്ഷയോടെ ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും അന്വേഷിക്കുമ്പോൾ. ലുക്ക് അപ്പ് ആണെങ്കിലോ ഡിക്ഷണറിയൊക്കെ നോക്കുന്ന സന്ദർഭങ്ങളിൽ ലുക്ക് അപ്പും ഉപയോഗിക്കാം. ലുക്ക് ഓവർ, എക്സാമിൻ കെയർഫുള്ളി. ഒരു വിശദമായ പരിശോധന. അതായത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ എന്തിൻ്റെയെങ്കിലും ഒരു ജനറൽ ഐഡിയ കിട്ടാനായി പരിശോധിക്കുക. ഫോർ എക്സാമ്പിൾ, ഹീ കുഡ് ഹാവ് ലുക്ക്ഡ് ഓവർ ദി എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് പരിശോധിക്കുന്ന വേളയിൽ നമുക്ക് ചുമ്മാ അങ്ങ് എക്സാമിൻ ചെയ്യാൻ പറ്റത്തില്ല. വളരെ കെയർഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യണം. സോ ലുക്ക് ഓവർ മീൻസ് എക്സാമിൻ കെയർഫുള്ളി. ലുക്ക് ത്രൂ, എക്സാമിൻ ക്വിക്ക്ലി. ഇവിടെ എക്സാമിനേഷൻ പെട്ടെന്ന് നടത്തണം. പീറ്റർ സ്റ്റാർട്ട്സ് ലുക്കിംഗ് ത്രൂ ദ മെയിൽ ആസ് സൂൺ ആസ് ദ ഡോർ ഷട്ട്സ്. ഡോറ് അടയ്ക്കുന്നതിന് മുൻപ് പീറ്ററിന് ലുക്ക് ത്രൂ ചെയ്യണം. പെട്ടെന്ന് തന്നെ മെയിൽ നോക്കണം എന്നാണ് പറയുന്നത്. ലുക്ക് ഇൻ ടു മീൻസ് ഇൻവെസ്റ്റിഗേറ്റ് ഓർ മേക്ക് ആൻ എൻക്വയറി. അന്വേഷിക്കുക എന്നതാണ് ലുക്ക് ഇൻ ടു എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം. വി ആർ ലുക്കിംഗ് ഇൻ ടു ബൈയിങ് എ ന്യൂ ഹൗസ്. പുതിയൊരു വീട് വാങ്ങിക്കാനായി അവർ ലുക്കിംഗ് ഇൻ ടു ചെയ്യുന്നു. അതായത് അന്വേഷിക്കുകയാണ്. സോ ലുക്ക് ഇൻ ടു, ഇൻവെസ്റ്റിഗേറ്റ്, രണ്ടിനകത്തും ഒരു ഇന്ന് കാണാം. ലുക്ക് ഇൻ ടു, ഇൻവെസ്റ്റിഗേറ്റ്. ഈ രീതിയിൽ പഠിച്ചു വയ്ക്കുക. ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് ടു എപ്പോഴും ഒരു കാത്തിരിപ്പിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഹോപ്പ് സംതിങ് പോസിറ്റീവ്. ഇപ്പോൾ PSC എക്സാമിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു കണ്ടക്റ്റിംഗ് PSC എക്സാമിനേഷൻസ് ഓൺ ടൈം. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് PSC എക്സാമിനേഷൻസ് എല്ലാം ഓൺ ടൈമിൽ നടക്കാനായിട്ട്. സോ ലുക്ക് ഫോർവേഡ് ടു മീൻസ് ഹോപ്പ് സംതിങ് പോസിറ്റീവ്, കാത്തിരിക്കുക എന്നർത്ഥം. ലുക്ക് എഹെഡ്, തിങ്ക് ഓഫ് ദ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നത് നോക്കിക്കാണുക. അതിനു വേണ്ട പ്ലാൻസ് എല്ലാം റെഡിയാക്കുക എന്നതാണ് ലുക്ക് എഹെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിങ്ക് ഓഫ് ദ ഫ്യൂച്ചർ. I am trying to look ahead what might happen and ready to handle it. ഭാവിയിൽ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഞാനതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ലുക്ക് അഹെഡ് മീൻസ് തിങ്ക് ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത. അടുത്ത ഒന്നാണ് ലുക്ക് ഡൗൺ അപ്പോൺ. ഇൻസൾട്ട് സംവൺ, ദാറ്റ് ഈസ് കൺസിഡർ സംവൺ ആസ് ഇൻഫീരിയർ. നമ്മളെക്കാളും ചെറിയവരാണ് ചിലർ എന്നൊരു ഫീല്.
എക്സാമ്പിൾ, ഐ വാസ് നോട്ട് സക്സസ്ഫുൾ, സോ ദേ ലുക്ക്ഡ് ഡൗൺ അപ്പോൺ മീ. എനിക്കൊരിക്കലും സക്സസ്ഫുൾ ആയിട്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല, എല്ലാവരും എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ്. PSC ജോലി ലഭിക്കാതെ ഇപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. സോ ലുക്ക്ഡ് ഡൗൺ അപ്പോൺ മീൻസ് ഇൻസൾട്ട് സംവൺ. അടുത്ത ഒന്നാണ് ലുക്ക് അപ്പ് ടു. ലുക്ക് അപ്പ് ടു മീൻസ് റെസ്പെക്റ്റ്, ബഹുമാനം. പ്രധാനമായും തന്നെക്കാളും മുതിർന്ന ഒരാളോടുള്ള ബഹുമാനം, അതാണ് ലുക്ക് അപ്പ് ടു. എക്സാമ്പിൾ, ഹി ഹാഡ് ഓൾവേസ് ലുക്ക്ഡ് അപ്പ് ടു ഹിസ് പാരൻസ്. അവൻ എപ്പോഴും അവൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു. സോ ലുക്ക് അപ്പ് ടു എന്ന് പറയുന്നത് റെസ്പെക്റ്റ്, ബഹുമാനം എന്നാണ് അർത്ഥം. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.